നമസ്കാരം. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ നാട്ടിൽ മഴക്കാലമാണെങ്കിലും ഇങ്ങകലെ ഗൾഫ് നാടുകളിലും യൂറോപ്യൻ കൺട്രീസിലുമെല്ലാം ചൂട് കൂടി വരുന്ന സമയമാണ്. അതുപോലെ തന്നെ കൊറോണയുടെ അതിവ്യാപനവും. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. അതിനാൽ തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങളിലും ദിനചര്യകളിലുമെല്ലാം മാറ്റം വരുത്തേണ്ടത് വളരെയധികം അത്യാവശ്യവുമാണ് ഈ കാലഘട്ടങ്ങളിൽ. വൈറ്റമിൻ സിയാൽ സമ്പന്നമായ പഴങ്ങളും പച്ചക്കറികളും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ള പലതരം ഭക്ഷണക്രമങ്ങളും നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഈ ചൂടുകാലങ്ങളിൽ നമുക്ക് ദാഹശമനത്തോടൊപ്പം നമ്മുടെ പ്രതിരോധ സംവിധാനത്തെ ഊർജ്ജപ്പെടുത്തുവാൻ ആവശ്യമായ പല ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക്സ് തന്നെയാണ് ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളിൽ പലരും ഇതുണ്ടാക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ടെന്നറിയാം. എങ്കിലും ധാരാളം പേര് ഇത് അറിയാത്തവരുണ്ടാകും. അവർക്ക് വേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഒരിക്കൽ നമ്മുടെ നാരങ്ങാ വെള്ളം അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് മിൻറ്റ് അല്ലെങ്കിൽ പുതിനയുമായി ചേർത്തുണ്ടാക്കിയത് പോസ്റ്റ് ചെയ്തിരുന്നു. ലെമൺ ജ്യൂസ് തന്നെ നമുക്ക് വ്യത്യസ്ത തരങ്ങളിൽ ഉണ്ടാക്കുവാൻ സാധിക്കും. അതിലൊന്നാണ് ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന കുലുക്കി സർബത്ത്. സർബത്ത് എന്നും നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു ഓർമ്മ തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിലെ പെട്ടിക്കടകളിലുമെല്ലാം ഇത് സുലഭമായി ലഭിച്ചിരുന്നു. ഇന്നും ലഭിക്കുന്നുണ്ട്. എങ്കിലും അകലങ്ങളിലായിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും പ്രവാസികൾക്ക് ഇതൊരു നിറമുള്ള ഓർമ്മയായി മാറുകയാണ്. അതിനാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇതുണ്ടാക്കുന്നതിനായി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയുമാണ്: നാരങ്ങ, മുളക്, വെള്ളം, പഞ്ചസാര, അതുപോലെ തന്നെ കുഞ്ഞൻ മണികൾ, കസ്കസ്. ജ്യൂസ്, ഫലൂദ, ഐസ്ക്രീം എന്നിവയ്ക്ക് ഭംഗി കൂട്ടുന്ന വെറും രുചിക്കൂട്ട് മാത്രമല്ല, ഔഷധ ഗുണങ്ങളുടെ കലവറ കൂടിയാണ് കസ്കസ്. ഇവ പല പേരുകളിൽ അറിയപ്പെടുന്നു. ഹിന്ദിയിലുള്ള പേരാണ് കസ്കസ്. ഇംഗ്ലീഷിൽ ഇവയെ പോപ്പി സീഡ്സ് എന്നും മലയാളത്തിൽ കശകശ എന്നുമാണ് അറിയപ്പെടുന്നത്. ഇത് കറുപ്പ് ചെടിയുടെ അല്ലെങ്കിൽ പോപ്പി പ്ലാന്റ്സിൻ്റെ സീഡുകളാണ്. അതിനാൽ തന്നെ ഇവയെ പോപ്പി സീഡ്സ് എന്നും അറിയപ്പെടുന്നു. കറുപ്പ് ചെടിയുടെ കായ്കളിൽ നിന്നും ശേഖരിക്കുന്ന വിത്തുകളാണിവ. ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തുളസിയുടെ ഔഷധ ഗുണങ്ങളോട് സാമ്യമുണ്ട് ഇതിനും. വൈറ്റമിൻസിന് പുറമെ ശരീരതാപം നിയന്ത്രിക്കുവാനും ഇത് സഹായിക്കുന്നു. അതിനാൽ തണുത്ത ജ്യൂസിനൊപ്പം ചേർത്ത് കഴിക്കുന്നത് ശരീരം തണുപ്പിക്കുവാനും സഹായിക്കുന്നു. മാത്രവുമല്ല, ശരീരഭാരം നിയന്ത്രിക്കുവാനും. കാഴ്ചയിൽ കടുകുമണിയുടേതുപോലെയോ എള്ളുപോലെയോ ഒക്കെ തോന്നിക്കുന്ന ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഉപയോഗിക്കാം. തണുത്ത വെള്ളത്തിലോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലോ ഇത് കുതിർത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. കുതിർത്ത് വരുമ്പോൾ ഇത് ജെല്ല് പോലെ കാണപ്പെടും. അസിഡിറ്റിക്കും നല്ലൊരു പരിഹാര മാർഗമായി ഇതിനെ കരുതുന്നു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് മുളകും കുറച്ച് പഞ്ചസാരയുമാണ്. ഈ ജ്യൂസിന് കുലുക്കി സർബത്ത് എന്ന് പേര് വരാൻ കാരണം ഇത് ഷെയ്ക്ക് ചെയ്ത് അല്ലെങ്കിൽ കുലുക്കി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മുളകും നാരങ്ങയും കസ്കസും അതോടൊപ്പം പഞ്ചസാരയും വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതൊരു നല്ല ഫ്ലേവറോട് കൂടിയ ജ്യൂസായിട്ട് മാറുന്നു. ഇതിനായിട്ട് നമുക്ക് ഏതെങ്കിലും അടപ്പുള്ള ഗ്ലാസ്സുകളോ അല്ലെങ്കിൽ ചെറിയ ജാറുകളോ ഉപയോഗിക്കാം. സാധാരണ നമ്മൾ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുന്നതിന് പകരമായി ചെറിയ ജാറുകളിലോ അല്ലെങ്കിൽ ഗ്ലാസ്സുകളിലോ ആയി ഇത് കുലുക്കി അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്ത് ഉപയോഗിക്കുന്നു എന്നത് മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത. മുളകിൻ്റെ എരിവ് ഇഷ്ടമുള്ളവർക്ക് ഒരു ഗ്ലാസ്സിന് ഒരു മുളക് എന്ന രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പകുതിയോ, ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെ കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും. അവർക്കത് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കൊരു പോഷക സമ്പന്നമായ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഒരു ജ്യൂസ് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ശരീരവും തണുപ്പിക്കാം, ഒപ്പം ഇമ്മ്യൂണിറ്റിയും. നല്ല മധുരത്തോടൊപ്പം കസ്കസിൻ്റെയും മുളകിൻ്റെയും ഗുണങ്ങളും അതുപോലെ എരിവും കൂടി ആകുമ്പോൾ നല്ലൊരു ഡ്രിങ്ക്സായി ഇത് മാറുന്നു. ഇത്തരത്തിൽ ലെമൺ ജ്യൂസ് ഉണ്ടാക്കി നോക്കാത്തവർ ഈ രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ശരീരം തണുപ്പിക്കുകയും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ടേക്ക് കെയർ.